സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ഇന്ത്യ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദികളെ വേട്ടയാടാൻ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗവും രംഗത്തെത്തി. തിരിച്ചടി സുസജ്ജമെന്ന് വ്യക്തമാക്കി പരിശീലന പ്രകടനങ്ങളുമായി കരസേനയും രംഗത്തെത്തി. ഇന്ന് രാവിലെ നേരിട്ടുള്ള പോരാട്ടത്തിൽ ലഷ്കർ കമാൻഡർ അൽതാഫ് ലല്ലിയെ വധിച്ചത് വെറും തുടക്കമാണ് എന്ന് വ്യക്തമാക്കുന്ന നടപടികളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നയതന്ത്ര തലത്തിലെടുത്ത തീരുമാനങ്ങൾക്ക് തുടർച്ചയായി പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തി ലോകരാജ്യങ്ങളും രംഗത്ത് വരുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ വ്യക്തികളെ വേട്ടയാടി തകർക്കാൻ അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗം ഹെഡ് തുളസി ഗബാർ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. സിന്ധു നദീതട കരാർ മരവിപ്പിച്ച പശ്ചാത്തലത്തിൽ ഒരു തുള്ളി വെള്ളം പാകിസ്ഥാന് കൊടുക്കില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുമുണ്ട്. പുഴകളുടെ ഒഴുക്ക് വഴിതിരിച്ചുവിടും, ഡാമുകളുടെയും ബാരേജുകളുടെയും ശേഷി വർദ്ധിപ്പിക്കും. ദീർഘ മധ്യ ഹ്രസ്വകാല നടപടികളാണ് ഇന്ത്യ തയ്യാറാക്കുന്നത്. പാകിസ്ഥാൻ യുദ്ധത്തിന് തയ്യാറാകുന്നതിന് മുന്നേ വിരട്ടിയോടിക്കാൻ പാകത്തിലുള്ള കരസേനയുടെ പരിശീലന ദൃശ്യങ്ങളും ഇന്ത്യ പുറത്തുവിട്ടു. രാജസ്ഥാൻ മരുഭൂമിയിൽ ബാറ്റിൽ ആക്സ് ഡിവിഷന്റെ യുദ്ധ ടാങ്കുകളുടെ പരിശീലനം, സായുധ വ്യോമ നടപടികൾക്ക് വേണ്ടി പാന്തേഴ്സ് ഡിവിഷനും വ്യോമസേനയും ചേർന്നുള്ള സൈനിക അഭ്യാസവും നടത്തി. കശ്മീരിൽ സുരക്ഷാ സാഹചര്യം വിലയിരുത്താൻ കരസേനാ മേധാവി പഹൽഗാമിലും പിന്നീട് ഉദ്ധംപൂരിലും എത്തി. പരിക്കേറ്റവരെ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധിയും എത്തി. It's been a terrible tragedy and I came here. The entire people of Jammu and Kashmir have condemned this terrible action and they have fully supported the nation at this time. എന്നാൽ ഭീകരവാദത്തെ ന്യായീകരിക്കുന്ന വാദങ്ങളാണ് പാകിസ്ഥാന്റെ ഉത്തരവാദിത്തപ്പെട്ട ചില മന്ത്രിമാരിൽ നിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നത്. പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നു, 30 വർഷമായി ഭീകര സംഘടനകൾക്ക് സാമ്പത്തിക സഹായവും പിന്തുണയും നൽകുന്നുണ്ടെന്ന്. പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ ഇന്ത്യയെ ഓർമ്മപ്പെടുത്തുന്നു, പാകിസ്ഥാൻ അണുവായുധം കയ്യിലുള്ള രാജ്യമാണ് എന്ന്. എന്തായാലും പാകിസ്ഥാനെതിരെ ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കാൻ തിങ്കളാഴ്ച ജമ്മു കശ്മീർ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാൻ പോവുകയാണ്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.